ആദരണീയായ ഡോക്ടർ മരിയ ഓമനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് തിരുമേനി, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി തോമസ് വർഗീസ് അമേലച്ചൻ, അൽമായ ട്രസ്റ്റി ബഹുമാനായ ശ്രീ റോണി വർഗീസ്, അസോസിയേഷൻ സെക്രട്ടറി ബഹുമാന്യനായ അഡ്വക്കേറ്റ് ബിജു മെൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ബഹുമാന്യരായ റമ്പാച്ചന്മാരെ, ശ്രേഷ്ഠരായ വൈദികരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഏറ്റവും ഉപരി ഇന്നത്തെ ഷൈനിങ് സ്റ്റാർസായി ഇന്നിവിടെ അവാർഡ് വാങ്ങിക്കാൻ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ബാക്കി ജേതാക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അംഗങ്ങളായ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തലത്തിലുള്ള പ്രതിഭ തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങാണല്ലോ ഇന്നിവിടെ നടക്കുന്നത്. പരിശുദ്ധ സഭയുടെ പ്രതിഭകളെ കണ്ടെത്തി അവരെ ആദരിക്കുക വഴി സഭ നമുക്ക് തരുന്നത് സഭയുടെ വാത്സല്യങ്ങളാണ്, കരുതലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസിനോടും മറ്റ് പിതാക്കന്മാരോടും സഭയുടെ നേതൃനിരയോടുള്ള ഭക്തി ആദരവ് ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളട്ടെ. 2ാം തവണയാണ് ഞാനിവിടെ ഈ മെറിറ്റ് ഈവനിങ്ങിൽ പങ്കെടുക്കാനായിട്ടെത്തുന്നത്. കഴിഞ്ഞ വർഷം എൻ്റെ മകന് ടെന്നീസിൻ്റെ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. ഇന്ന് ഇവിടെ എനിക്ക് PhD ലഭിച്ചതിൻ്റെയും മകൻ്റെ ടെന്നീസിൻ്റെ അച്ചീവ്മെൻറ്റിനുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഈ അവസരത്തിൽ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ എല്ലാവരെയും, അവാർഡ് ജേതാക്കളെ എല്ലാവരെയും പ്രതിനിധീകരിച്ച് നിങ്ങളുടെ മുമ്പിൽ 2 വാക്ക് സംസാരിക്കാനായി അവസരം കിട്ടിയതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അത് വലിയൊരു അംഗീകാരമായി കാണുകയും പരിശുദ്ധ ബാബ തിരുമേനിയുടെ മുമ്പിൽ ഇത്രയും പ്രൗഢഗംഭീരമായ ഈ സദസ്സിൽ ഇങ്ങനൊരു അവസരം തന്ന അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു അമ്മനോടുള്ള അതിയായ നന്ദിയും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. വിവിധ മേഖലകളിൽ പ്രതിഭാസ്പർശം തെളിയിച്ചിട്ടുള്ളവരാണ് ഇന്നിവിടെ ഉള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ സഭയിലെ എത്ര ട്രോഫികളാണ്. ഇതെല്ലാം പ്രതിഭകളാണ്. ഇവർക്ക് ഈ ഒരു പ്രോത്സാഹനം, ഇങ്ങനൊരു പരിപാടി നടത്തുന്ന വഴി ഈ ജേതാക്കൾക്ക് കിട്ടുന്ന ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ ചെറുതല്ല. ആക്ച്വലി ഏത് പ്രതിഭകൾക്കും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരെ അംഗീകരിക്കുക, യഥാർത്ഥ ഫോറത്തിൽ അംഗീകരിക്കുക, യഥാർത്ഥ ആളുകൾ അംഗീകരിക്കുക, പരസ്യമായി അംഗീകരിക്കുക. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ മോട്ടിവേഷനും സ്പിരിറ്റും മുൻപോട്ട് പോകാനായിട്ടുള്ള ഒരു ആർജവും ലഭിക്കുന്നത്. ബഡ്ഡിങ് സ്റ്റാർസിന് അത് ഭയങ്കര ഒരു പ്രോത്സാഹനമാണ്. ഞാൻ തന്നെ ചില പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ, നേരത്തെ ദിവ്യ പറഞ്ഞിരുന്ന ഒരു പോസിറ്റീവ് വേർഡ്, പ്രോഗ്രാമിന് പോകുമ്പോൾ ഇറങ്ങുമ്പം നല്ലതായിരുന്നു എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതിയായ സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പം ഈ അവാർഡ് വാങ്ങിക്കുന്ന വഴി അവർക്ക് കുഞ്ഞുങ്ങൾക്കും കിട്ടുന്ന ഇത് ചെറിയ ഒരു പ്രോത്സാഹനമല്ല. അതിന് സഭയോടുള്ള എല്ലാ നന്ദിയും അറിയിക്കുന്നു. അമേരിക്കയിലെ ഒരു നയതന്ത്രജ്ഞനുണ്ട്, കോളിൻ ലൂത്തർ പവൽ. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. നേരത്തെ പരിശുദ്ധ ബാബ തിരുമേനിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനോട്, അരിസ്റ്റോട്ടലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് വളരെ സാമ്യമുള്ളതാണത്. A dream does not become reality through magic. It takes sweat, determination and hard work. ഒരു ജാലവിദ്യയിലൂടെയും സ്വപ്നം യാഥാർത്ഥ്യമാകുന്നില്ല. അതിന് വിയർപ്പും നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ആവശ്യമാണ്. അങ്ങനെ ഈ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ് ഇന്നിവിടെ കാണുന്ന ഇത്രയും പ്രതിഭകൾ. അത്രയും കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഇത്രയും ട്രോഫികൾ ഇവിടെ നൽകുന്നത്. പ്രതിഭകൾ ജനിക്കുന്നതിൽ അനേകം ഫാക്ടേഴ്സ് ഉണ്ട്. അൺപാരലൽഡ് ക്രിയേറ്റിവിറ്റി, സമാനതകളില്ലാത്ത സർഗാത്മകത, ഇൻറ്റൻസ് ക്യൂരിയോസിറ്റി, തീവ്രമായ ജിജ്ഞാസ, എക്സെപ്ഷണൽ കോൺസെൻട്രേഷൻ ആൻഡ് ഫോക്കസ്, അസാധാരണമായ ഏകാഗ്രതയും ശ്രദ്ധയും, ഹൈ അഡാപ്റ്റബിലിറ്റി ആൻഡ് ലേണിംഗ് എബിലിറ്റി, പൊരുത്തപ്പെടുവാനുള്ള കഴിവും പഠന മികവും, പെർസിസ്റ്റൻസ് ഇൻ ദ ഫേസ് ഓഫ് ഫെയിലിയർ, പരാജയത്തിൻ്റെ മുഖത്ത് സ്ഥിരോത്സാഹം. ജീനിയസ് എന്ന പദം അകാരണമായ ബുദ്ധിയെ സൂചിപ്പിക്കുമ്പോൾ പറഞ്ഞ ഈ 5 ഫാക്ടേഴ്സ് അതൊരുമിച്ച് കൂടുമ്പോൾ പ്രതിഭകൾ സൃഷ്ടിക്കപ്പെടുകയാണ്.
ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സൊക്കെ 5-6 ഫാക്ടേഴ്സാണ് ഒരു പ്രതിഭയെ സൃഷ്ടിക്കുന്ന A+ ഫാക്ടർ എന്ന് നമ്മൾ ലൗകികമായി ചിന്തിക്കുമ്പോഴും ഒരു ആത്മീകമായ ലോകത്ത്, ഒരു ആത്മീക അന്തരീക്ഷത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ ഏറെ മുമ്പിൽ നിൽക്കുന്ന ഒരു വലിയൊരു ഫാക്ടറുണ്ട്, വിസ്ഡം, ഉയരത്തിലെ ജ്ഞാനം. നമ്മുടെ സക്സസ്സിനെ അളക്കുന്നത് ഒരു ക്രോസ് ആണ്, ഒരു പ്ലസ് സിമ്പിളാണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ ലൈൻ ഈ പറഞ്ഞ 5 ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ വേർട്ടിക്കൽ ലൈനായിട്ട് നിൽക്കുന്നത് ഈ വിസ്ഡമാണ്, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ്. ഈ ഹൊറിസോണ്ടലും വേർട്ടിക്കലും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് ഏറ്റവും നല്ല ഒരു പ്രതിഭ, ദൈവത്തിൻ്റെ കൃപയുള്ള ഒരു പ്രതിഭ ജനിച്ചു വരുന്നത്. അങ്ങനെ ഒരു പ്രതിഭയാണ് ഇന്നിവിടെ നമുക്ക് മുഖ്യ സംഭാഷണം നടത്തിയിട്ട് പോയിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. ദിവ്യ സയറിപ്പോൾ ഇവിടുന്ന് പോയി, മാഡത്തിനെ നമുക്കിവിടെ മുഖ്യ പ്രഭാഷണത്തിന് കിട്ടില്ല. അങ്ങനത്തെ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട്, ഇപ്പോൾ പറഞ്ഞ ഇതിൻ്റെ ഫലമായിട്ട് ഉയർന്നു വന്ന ഒരു പ്രതിഭയാണ് മാഡം. ഇവിടെ വന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. അതിനായിട്ട് നന്ദി പറയുന്നു. മാഡത്തിൻ്റെ അഭാവത്തിലും നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ നമുക്ക് ഇങ്ങനൊരു ചടങ്ങ് ഒരുക്കി തന്ന പരിശുദ്ധ ബാവ തിരുമേനിയോടുള്ള നന്ദി, ഈ പരിപാടി സംഘടിപ്പിച്ച വന്ധ്യപിതാക്കന്മാരോടുള്ള നന്ദി, സഭയുടെ നേതൃസ്ഥാനീയരോടും ഇന്നത്തെ വിശിഷ്ട അതിഥികളോടും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അവാർഡ് ജേതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനത്തെ പരിപാടികൾ സഭയോട് കൂറും സ്നേഹവുമുള്ള ഒരു വലിയ തലമുറയെ വാർത്തെടുക്കും, ദൈവവിശ്വാസമുള്ളൊരു സഭയെ, ഒരു തലമുറയെ വാർത്തെടുക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടെ അത് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു. ശ്രീ